നടൻ വിജയെ ഇന്ന് വീണ്ടും CBI ചോദ്യം ചെയ്യുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി എത്തുകയാണ്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് വിജയെ ചോദ്യം ചെയ്തത്. 41 പേരാണ് ദുരന്തത്തിൽ മരിച്ചതെന്ന് നമുക്കറിയാം. 2 വട്ടം വിജയെ CBI ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നു. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ശരണ്യ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ശരണ്യ, ഗുഡ് മോർണിംഗ്. നേരത്തെ 2 വട്ടം വിജയെ CBI ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുകയാണ് അല്ലേ? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും ഇന്ന് 3-ാം തവണയാണ് വിജയെ ഇപ്പോൾ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ദില്ലി ആസ്ഥാനത്തുള്ള CBIയുടെ ഓഫീസിൽ 11 മണിക്ക് എത്തണം എന്നതാണ് ഇപ്പോൾ ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. മറ്റ് വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ CBI വീണ്ടും വിജയെ ചോദ്യം ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് പരിപാടി നടന്നു. സംഭവ സ്ഥലത്ത് 6 മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയിരുന്നത്. ആ 6 മണിക്കൂർ വൈകി എത്തിയത് എന്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ ദുരന്തം നടന്ന് തൊട്ടു പിന്നാലെ തന്നെ വിജയ് സംഭവ സ്ഥലത്ത് നിന്നും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ദുരൂഹത സാഹചര്യമാണെന്ന് കാട്ടിക്കൊണ്ട് CBI ഈ 2 തവണ ചോദ്യം ചെയ്തിട്ടും അതിലൊരു വ്യക്തത വരുത്താൻ CBIക്ക് കഴിഞ്ഞില്ല എന്നതാണോ ഇതിൽ നിന്ന് വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, കാരണം മറ്റ് തെളിവുകളെല്ലാം എടുത്തതിന് ശേഷമാണ് CBI ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സംഭവം അന്വേഷിച്ച തമിഴ്നാട് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ വിവരങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ 3-ാം തവണയും വിജയെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി 15 ദിവസത്തെ സാവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിജയ് CBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം വെച്ചാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ കാരണം തനിക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഈ ദിവസം മാറ്റി നൽകണമെന്നും, അതിനാൽ 15 ദിവസത്തെ സാവകാശം ചോദ്യം ചെയ്യലിന് വേണ്ടി ആവശ്യം ഉണ്ട് എന്നും അടക്കമാണ് വിജയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് 2025 സെപ്റ്റംബർ മാസം സെപ്റ്റംബർ 27-നാണ് ഈ സംഭവം കരൂരിൽ ഈ സംഭവം നടക്കുന്നത്. വിജയ് അവിടെ സംഭവ സ്ഥലത്തെത്തുന്നത് 6 മണിക്കൂർ വൈകിയാണ്. 6 മണിക്കൂർ വൈകി എത്തുകയും സംഭവ സ്ഥലത്ത് ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലമാണ്. ഉച്ച മുതൽ തന്നെ ഒരുപാട് ആൾക്കാർ വിജയെ കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ TVK സംഘടനയുടെ ഭാഗമായിട്ടുമെല്ലാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് 7 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. ഈ സമയമാവുമ്പോഴേക്ക് തന്നെ ആളുകൾ വളരെ അവശതയാവുകയും പലരെയും ഈ TVK നേതാക്കളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും അടക്കമാണ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടാവുകയും അന്ന് തന്നെ കൃത്യം 38 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് 3 പേർ കൂടി മരണപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം തോന്നുന്നു തന്നെ വിജയ് പ്രതികരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ശരണ്യ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഈ പശ്ചാത്തലത്തിൽ നമ്മൾ കാണേണ്ടതാണ്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വിജയെ വീണ്ടും ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തങ്ങൾ കാണേണ്ടതല്ലേ? വിജയെ ഒപ്പം നിർത്തുക എന്നൊരു വലിയ ആഗ്രഹം പല ഘട്ടങ്ങളിൽ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ വീണ്ടും ഈ ചോദ്യം ചെയ്യൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. തീർച്ചയായും കാരണം എന്താണെന്ന് കരുതിയാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ വിജയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് NDA നല്ല രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. തങ്ങളുടെ കൂടെ ചേർത്തുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചർച്ചകളും വിജയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ വിജയ് പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു 3-മതും CBI ചോദ്യം ചെയ്യുന്നത് നമുക്കറിയാം. CBIയുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ CBI കേന്ദ്രം നിയന്ത്രിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരെ കൃത്യമായി അവരെ എങ്ങനെയൊക്കെ നിർത്താം, അവർക്കെതിരെ കേസുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൃത്യമായി അവരെ എങ്ങനെ നിർത്താം എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതേ രീതി തന്നെയാണ് ഈ ഒരു വിജയുടെ സംഭവത്തിലും ഉണ്ടായിരിക്കുന്നത്. 3-ാം തവണ ചോദ്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്തും വിജയെ ചോദ്യം ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം NDAയുമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി NDA ഈ വിജയുടെ ഈ TVK സംഘടനയ്ക്ക് വേണ്ടി TVK സംഘടന തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ TVK സംഘടന ഇതിനെതിരെ പ്രതികരിക്കുകയോ മറ്റു കാര്യങ്ങൾ വ്യക്തമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ തങ്ങളുടെ കൂടെ വിജയെ നിർത്താം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ 3-ാം തവണയും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി CBI മുഖാന്തരമുള്ള ഈ ഒരു പ്രവൃത്തി കേന്ദ്രം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ NDA തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു,
ഓക്കെ താങ്ക് യു. ശരണ്യാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.